ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ എപ്പോഴും യൂസ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസ് ആയിട്ടാണ് കേട്ടോ. വീഡിയോയിലോട്ട് പോകും മുന്നേ എൻ്റെ ചാനൽ യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ. നമ്മൾ ഡെയിലി ലൈഫിൽ എപ്പോഴും പറയാറുള്ള കുറച്ച് സെൻറ്റൻസ് എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത്. അപ്പോൾ സ്ക്രീനിൽ നോക്കിക്കേ, എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുണ്ട്, എനിക്ക് പിസ്സ കഴിക്കാൻ ആഗ്രഹമുണ്ട്, എനിക്ക് പഠിക്കണം, എനിക്ക് പണം സേവ് ചെയ്യണം. ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിലോട്ട് പറയുക? ഇവിടെ നോക്കിക്കേ, ഫസ്റ്റത്തെ 2 സെൻറ്റൻസ് ഒരേ ടൈപ്പ് സെൻറ്റൻസ് ആണ് അല്ലേ. തേർഡും ഫോർത്തും എന്താ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് അല്ലേ. ഇതിനായിട്ട് ഇംഗ്ലീഷിൽ 2 വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യും. അതെന്താണെന്ന് നോക്കിയാലോ. അപ്പോൾ ഒന്ന് വാണ്ട് ടു എന്ന വേർഡാണ്, 2 നീഡ് ടു എന്ന വേർഡാണ്. ഇതിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം, എന്നാലേ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. സോ ഗൈസ്, നമുക്ക് വാണ്ട് ടു ആൻഡ് നീഡ് ടു എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഓരോ എക്സാമ്പിൾസും ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കാം കേട്ടോ. അപ്പോൾ വാണ്ട് ടു നോക്കിക്കേ, യു ലൈക്ക് ഇറ്റ്. നമ്മളൊരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാണ്ട് ടു യൂസ് ചെയ്യാം. നമുക്കൊരു ഇഷ്ടത്തോടു കൂടി ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിന് നമുക്ക് വാണ്ട് ടു യൂസ് ചെയ്യാം. അപ്പോൾ നീഡ് ടു എന്തായിരിക്കും? നീഡ് ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഓർ റിക്വയർഡ്, നമുക്ക് ചെയ്യേണ്ടതാണ്, നമുക്കത് ആവശ്യപ്രകാരം നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് യൂസ് ചെയ്യണം എന്താ? നീഡ് ടു. രണ്ടിന് ഏകദേശം സെയിം ആണ്, പക്ഷേ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് വേണം എന്ത് യൂസ് ചെയ്യാൻ? നീഡ് ടു ആൻഡ് വാണ്ട് ടു യൂസ് ചെയ്യാൻ കേട്ടോ. ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ പ്രത്യേകത തന്നെ എന്താണ്? ഒരു വേർഡ് പറയാനായിട്ട് ഒരുപാട് സിനോണിംസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും, ഈ വേർഡാണോ ആ വേർഡാണോ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് വേണം എന്ത് യൂസ് ചെയ്യാൻ? ഓരോ വേർഡ്സും യൂസ് ചെയ്യാൻ. അപ്പോൾ വാണ്ട് ടു നമ്മൾ ഇഷ്ടപ്രകാരം ചെയ്യുന്ന കാര്യത്തിനും നീഡ് ടു നമുക്ക് ആവശ്യപ്രകാരം ചെയ്യുന്ന കാര്യത്തിനാണ് കേട്ടോ. അപ്പോൾ ഗായ്സ്, ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ എന്തൊരു കാര്യം പഠിക്കുമ്പോഴും നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറും കൂടെ നോക്കിയിട്ട് നമുക്ക് എക്സാമ്പിൾസ് വെച്ചിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാം കേട്ടോ. സ്ട്രക്ചർ വളരെ സിമ്പിളാണ്. എന്താണ്? വാണ്ട് ടു സബ്ജക്റ്റ് പ്ലസ് വാണ്ട് ടു പ്ലസ് വെർബ്. നീഡ് ടു ആണെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് നീഡ് ടു പ്ലസ് വെർബ്. സബ്ജക്റ്റ് എന്താ? ഐ, യു, ദേവി, ഹി, ഷി, ഇറ്റ്, നെയിം ഒക്കെ എന്താണ്? സബ്ജക്റ്റ് ആണല്ലേ. നീഡ് ടു വാണ്ട് ടു എന്നുള്ളത് ഓൾറെഡി പറഞ്ഞു. പിന്നെ വെർബ് എന്താണ്? എന്താണോ ആക്ഷൻ അതാണ് വെർബ്. അപ്പോൾ ഈ സ്ട്രക്ചറിൽ വേണം നമ്മൾ സെൻറ്റൻസ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ പറയുമ്പോഴും ഈ ഒരു സ്ട്രക്ചർ നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. ഇനി എക്സാമ്പിൾ നോക്കിക്കേ, എനിക്ക് ഉറങ്ങാൻ ഇഷ്ടമാണ്. അതെന്താ? ഇഷ്ടപ്രകാരം ചെയ്യുന്ന കാര്യമാണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? വാണ്ട് ടു എന്നത് യൂസ് ചെയ്യണം. ഐ വാണ്ട് ടു സ്ലീപ്പ്. രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കിക്കേ, ഇതേ ഐ വാണ്ട് ടു സ്ലീപ്പ് എന്നുള്ളത് നമുക്ക് ഐ നീഡ് ടു സ്ലീപ്പ് എന്നും പറയാം. പക്ഷേ സിറ്റുവേഷൻ മാറിയില്ലേ. നമ്മളൊരു ബിസി ഡേയിൽ നമുക്ക് ഉറങ്ങാൻ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്, നമുക്കത് ഉറക്കം അനിവാര്യമാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഐ നീഡ് ടു സ്ലീപ്പ്. ഇപ്പോൾ മനസ്സിലായോ ഡിഫറൻസ് എന്താണെന്നുള്ളത്? എനിക്ക് ഉറങ്ങണം എന്നുള്ളത് നമ്മളെ ഹെൽത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഐ നീഡ് ടു സ്ലീപ്പ്. അതല്ല, എനിക്ക് ഉറങ്ങാൻ ഇഷ്ടമാണെന്ന് പറയാൻ എന്താ? ഐ വാണ്ട് ടു സ്ലീപ്പ് എന്ന് പറയാം. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കിക്കേ, എനിക്ക് പിസ്സ കഴിക്കാൻ ആഗ്രഹമുണ്ട്. നമുക്കത് ഇഷ്ടപ്രകാരം, നമുക്കതൊരു ആഗ്രഹമാണ് അല്ലേ. അപ്പോൾ എങ്ങനെ പറയാം? ഐ വാണ്ട് ടു ഈറ്റ് പിസ്സ. ഇപ്പോൾ എനിക്ക് പിസ്സ കഴിക്കാൻ തോന്നുന്നു, എനിക്ക് പിസ്സ കഴിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്ക് പറയാം ഐ വാണ്ട് ടു ഈറ്റ് പിസ്സ. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല അല്ലേ. നമ്മളൊരു ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന കാര്യമാണ്. അവൾ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഷീ വാണ്ട്സ് ടു ട്രാവൽ. അവൾക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട്, അവൾ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ. ഇങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ നമുക്ക് വാണ്ട് ടു യൂസ് ചെയ്യാം. ഇതിൻ്റെ സ്ട്രക്ചറും കൂടെ മനസ്സിലാക്കുക കേട്ടോ. ഐ എന്നുള്ളത് എന്താ? സബ്ജക്റ്റ്. വാണ്ട് ടു എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്തു. പിന്നെ ഈറ്റ് പിസ്സ എന്നുള്ളത് വേർബായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിക്കേ, അവർ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നു. ഇതെന്താണ്? ഒരു ആഗ്രഹമാണ് അല്ലേ. അപ്പോൾ എങ്ങനെ പറയാം? ദേ വാണ്ട് ടു വാച്ച് എ മൂവി. അവർ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുണ്ട്. ഐ വാണ്ട് ടു ലേൺ ഇംഗ്ലീഷ്. അതെന്താണ്? നമ്മളൊരു ആഗ്രഹമാണ് അല്ലേ, എനിക്കത് പഠിക്കാൻ ആഗ്രഹമുണ്ട്. ഇതേ സെൻറ്റൻസ് നമുക്ക് ഐ നീഡ് വെച്ചിട്ടും പറയാം. എല്ലാ സെൻറ്റൻസും നമുക്ക് ഐ നീഡ് വെച്ചിട്ട് പറയാം. പക്ഷേ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് നമുക്കത് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഐ നീഡ് ഉപയോഗിക്കാം. അതല്ല, നമ്മളൊരു ആഗ്രഹം പ്രകടിപ്പിക്കുകയാണെങ്കിൽ ഐ വാണ്ട് ഉപയോഗിക്കാം. അപ്പോൾ ഓരോ സിറ്റുവേഷൻസ് മനസ്സിലാക്കിയിട്ട് ഓരോ സെൻറ്റൻസ് യൂസ് ചെയ്യാം കേട്ടോ. എനിക്ക് പഠിക്കണം, എന്താ? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ എന്താ? ഐ നീഡ് ടു സ്റ്റഡി. അതുപോലെ അവൻ കൂടുതൽ വെള്ളം കുടിക്കണം. അവന് വെള്ളം കുടിക്കേണ്ട എന്താ? അനിവാര്യമായിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ ഹീ നീഡ്സ് ടു ഡ്രിങ്ക് മോർ വാട്ടർ. ഇവിടെ ഹീ എന്നുള്ളത് സബ്ജക്റ്റ്, പിന്നെ നീഡ് ടു യൂസ് ചെയ്തു. ഡ്രിങ്ക് മോർ വാട്ടർ. ഡ്രിങ്ക് എന്നുള്ളത് എന്താണ്? ആക്ഷനാണ് അല്ലേ, വെർബാണല്ലേ. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിക്കേ, എനിക്ക് പണം സേവ് ചെയ്യണം. ഐ നീഡ് ടു സേവ് മണി. അതെന്താണ്? ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അനിവാര്യമായിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഐ നീഡ് ടു സേവ് മണി എന്ന് പറയാം. ഇനി അഥവാ അത് ഇഷ്ടപ്രകാരമാണ് ഐ വാണ്ട് ടു സേവ് മണി എന്നും പറയാം.
നീ ശ്രദ്ധിച്ച് കേൾക്കണം. യു നീഡ് ടു ലിസൺ കെയർഫുള്ളി. സോ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എക്സാമ്പിൾസും സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഇവിടെ ഞാൻ 4 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇതിലെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് നീഡ് ടു എന്നതാണോ വാണ്ട്സ് ടു എന്നതാണോ എന്നുള്ളത് യൂസ് ചെയ്യുക. സ്വന്തമായിട്ട് സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.